വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന അതിവിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മളിന്നൊരു പുണ്യ ദിനത്തിലാണ് ഇങ്ങനെയൊരു സദസ്സിലായിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അധികം സന്തോഷം തോന്നിയൊരു ദിവസമാണ്. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മമ്മി ചോദിച്ചു, എങ്ങോട്ടേക്കാണ് ഒരുങ്ങി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, SDPIയുടെ ഒരു നോമ്പ് തുറയുണ്ട്, ഞാൻ അതിനാ പോകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ മകൻ എന്നെ ഒന്ന് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തിൽ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോൻ ഇങ്ങനെ വളരെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ നോക്കിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ നോക്കിയതേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മുടെ സെൽമയുള്ള ആ സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതേ മമ്മി, സെൽമയെ അവരാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ദുഃഖവെള്ളിൻ്റെ മുമ്പുള്ള വെള്ളിയാഴ്ചയാണ്. 5 മണിക്ക് കുർബാനയും അതുപോലെ തന്നെ ദുഃഖവെള്ളി ആചരണങ്ങളൊക്കെ, ആ ഒരു ദുഃഖവെള്ളിയുടെ ആചരണങ്ങളൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ്. പക്ഷേ മമ്മി പറഞ്ഞു, എന്തായാലും ഞാൻ പോകാം പള്ളിയിൽ, മോള് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വാങ്ങുക. മതേതരത്വം എന്ന് പറയുന്നത് പ്രഘോഷിക്കുന്നത് വായിലാണ് എന്ന് നാം കണ്ട ഏക സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് നമ്മൾ പറയുക? എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുക? മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിലുള്ള മുഴുവൻ ജാതി മതസ്ഥരും ഏക മനസ്സോട് കൂടി നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ ശാന്തിയോടെ ഭരണഘടനയിൽ അതിശാസിച്ചിരിക്കുന്ന ആ ഒരു ഭരണഘടന വിരുദ്ധമല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നാം പറയുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളത്തിലെ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? ലോക രാഷ്ട്രങ്ങളെടുത്ത് നോക്കി എവിടെയുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം? ഓരോ ദിവസവും പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നാം വളരെയധികം ഭയാനകമായിട്ടുള്ള വാർത്തകൾ കണ്ടും ചിത്രങ്ങൾ കണ്ടും പ്രവൃത്തികൾ കണ്ടുമാണ് ഉണരുന്നത്. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാന് ഒരിക്കൽ പോലും തൻ്റെ ഒരു അയൽവാസിയോട് മോശം പെരുമാറാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ. കാരണം അത്തരത്തിൽ നമ്മൾ വിശ്വസിച്ച് മുൻപോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ ബബിതയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബബിത ശ്രീനുവിന്. ഞാൻ ചോദിച്ചു, SDPIയിൽ വന്നേ പിന്നെ എന്താണ് ബബിത നിനക്ക് വന്ന മാറ്റം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ വെറുതെ ഒരു പുസ്തകം ചോദിച്ചത്. ബബിത പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു. സ്വപ്നേച്ചി കണ്ട കാഴ്ചകളാണല്ലോ ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കയറിക്കിടക്കാൻ എനിക്കൊരു വീടായി. SDPIയുടെ ആൾക്കാർ എനിക്ക് അന്വേഷിക്കാൻ വേണ്ടി ഉണ്ട്. ഏത് പാർട്ടിക്കാരനെ എങ്ങനെ പറയാൻ പറ്റുക? കോൺഗ്രസ്സുകാരനുണ്ട് അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുമെന്ന് പറയാൻ പറ്റുമോ? മാർക്സിസ്റ്റുകാരനുണ്ട് എനിക്ക് ജീവിച്ചു പോകാൻ പറ്റൂ പറയാൻ പറ്റുമോ? BJPക്കാരനാണ് ഞാൻ അതുകൊണ്ട് എന്നെ അവർ സംരക്ഷിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബബിത ശ്രീനുവിന് പറയാൻ വേണ്ടി കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? എനിക്ക് SDPIയിൽ ചേർന്നത് കൊണ്ട് എന്നെ അന്വേഷിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ലോകത്തിന് തന്നെ വളരെ മാതൃകയായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് വളർന്നു വരണം. ഈ പാർട്ടി ഇവിടെ ജയിക്കണം. എന്തിനാണ് ജയിക്കേണ്ടത്? നമ്മൾ ഒരിക്കലും മറ്റൊരു മതത്തിലുള്ളവനോ അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസിക്കോ ഒരു ഭീതിയായിട്ടുള്ള പാർട്ടിയായിട്ടല്ല. SDPI ലോകത്തിന് തന്നെ ഒരു മാതൃകയാണെന്ന് കാട്ടിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസത്തിന്റെ സാഹോദര്യം, സമാധാനം, നല്ല കാഴ്ചകൾ സമൂഹത്തിന് കാഴ്ചവെച്ചുകൊണ്ട് വളരാൻ സാധിക്കണം. ആ വളരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് SDPIയുടെ മഹത്വം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അത് കുറേയേറെയൊക്കെ കഴിഞ്ഞത് കൊണ്ടായിരിക്കും ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അത് മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് പ്രകടനങ്ങളൊക്കെ നമ്മുടെ ജമീലത്തായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിശബ്ദമായിട്ട് ഞാൻ ഈ പാർട്ടിയെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെയേറെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുക, നമ്മുടെ SDPI പാർട്ടിയുടെ കീഴിലുള്ള നമ്മുടെ വനിതാ വിങ്, വിമൻ ഇന്ത്യ മൂവ്മെന്റ്,
ഇത്രയും ശക്തരായിട്ടുള്ള സ്ത്രീരത്നങ്ങളുള്ള കാര്യങ്ങൾ ഏതവന്റെയും മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയാൻ കഴിയുന്ന വ്യക്തികൾ ഉണ്ട് എന്നതാണ് നമുക്കൊരാശ്വാസം. ഞാനിവിടെ വിളിച്ചു പറഞ്ഞാൽ അവനെ പേടിക്കണോ ഇവനെ പേടിക്കണോ, മറ്റവൻ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? ധീരനും ധീരകളൊക്കെ ഒരിക്കലേ മരിക്കലുള്ളൂ, ഇല്ലേ? എല്ലാവരും ഒരിക്കൽ തന്നെയാണ് മരിക്കുന്നത്. പക്ഷേ ഒരുത്തിനെയും ഭയപ്പെടാതെ, ഒരു രാഷ്ട്രീയത്തെയും ഭയപ്പെടാതെ നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഒരുത്തരെയും പേടിക്കാതെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും മതേതരത്വവും, അതാണ് ശരിക്കും ജനാധിപത്യ നാടും ആൾക്കാരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. എന്നോട് ഒരു ദിവസം എൻ്റെ സമുദായത്തിലുള്ള ഒരു വ്യക്തി ചോദിച്ചു, നീ ഇപ്പൊ എന്തോ ഒരു തീവ്രവാദികളുടെ കൂടെയാണോ? എന്താ പറയാ, തീവ്രവാദികളുടെ കൂടെ എന്നെ പോയി എന്ന് കേട്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, തൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടോ? ഞാൻ ഏത് തീവ്രവാദിന്റെ കൂടെ പോയേ? അപ്പൊ പറഞ്ഞു, അല്ല, ഇങ്ങനെ SDPIന്റെ പുറകെയൊക്കെ പോകുന്നത് കൊണ്ട്. സത്യമായിരുന്നു അത്. ഞാൻ സമുദായത്തിന്റെ എല്ലാ താഴെഘടകങ്ങളിലേക്കും ഇങ്ങനെ ഇറക്കി വിട്ടു. സ്വപ്ന ആന്റണി ഇനി എഴുതിയിരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഏത് സദസ്സിലാണ് ഞാൻ വരുന്നത്, പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ടയോ ഒന്നുമില്ല. എന്നെ ക്ഷണിക്കുന്നു, എനിക്ക് വിമൻ ഇന്ത്യ മൂവ്മെന്റിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാനൊരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു വന്നപ്പോ നമ്മുടെ ഇവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഒരു അവാർഡ് തന്ന് സ്വീകരിച്ചത് ഇവരീ പറഞ്ഞ തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ശക്തരായിട്ടുള്ള നേതാക്കളായിരുന്നു. ആ കമ്മിറ്റ്മെന്റ് ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാവും. നമ്മൾ വന്ന വഴി ഒരിക്കലും മറന്നു പോകാതിരിക്കുക. പിന്നെ എനിക്ക് ഒരു സമുദായത്തെയും പേടിയില്ല കേട്ടോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെയും പേടിയില്ല. ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗവൺമെന്റിന്റെ ആനുകൂല്യം വാങ്ങിച്ചിട്ടല്ല ജീവിക്കുന്നത്, സത്യമായിട്ട് പറയുകയാണ്. ഇപ്പൊ ഈ കുടുംബശ്രീയിലുണ്ട്, നമ്മുടെ സെൽമാമയുടെ ADS പ്രസിഡന്റാണ്. പക്ഷേ ഞാൻ വിധവയാണ്. 26 വയസ്സിലെ വിധവയായ എൻ്റെ പെൻഷനൊക്കെ കട്ടാക്കി കളഞ്ഞു. എനിക്ക് പെൻഷനൊന്നുമില്ല. ഞാനിപ്പോൾ നല്ല അന്തസ്സായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഏകദേശം 50,000 രൂപയോളം ശമ്പളം. ഞാൻ സ്വന്തം അധ്വാനിച്ചിട്ട് വാങ്ങുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടിമയല്ല, ഒരു മതത്തിന്റെ അടിമയല്ല, ഞാൻ ആരുടെ അടിമയല്ല. ഞാൻ എൻ്റെ അച്ഛൻ ആന്റണീൻ്റെ മോള്, ഞാൻ ഈ രാജ്യത്ത് ജീവിക്കും. ആ ഒരു ഇതിലായിരിക്കണം നമ്മൾ. മുസ്ലിമിനെ വെട്ടിക്കൊല്ലുമ്പോ കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട് നമ്മളെങ്ങനെ വെട്ടിക്കൊല്ലേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സമുദായങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് നിരപരാധികളെ ഇങ്ങനെ വെട്ടിക്കൊന്നും അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭാഗവാക്കാകേണ്ട നമ്മളെ വെട്ടിക്കൊല്ലുന്നതാണോ ജനാധിപത്യം? എന്നിട്ട് എന്തിന് ഇത്രമാത്രം ആക്രോശത്തോട് കൂടിയിട്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറയാൻ കഴിയുക? എനിക്ക് എന്തിനാണ് ഒരു ഇസ്ലാം മത സഹോദരനോട് അസഹിഷ്ണുത തോന്നേണ്ടത്? അവരൊരു മറ്റേ ഇപ്പൊ കുറച്ച് വർദ്ധിച്ച് വളർന്നു വരുമ്പോ എനിക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? നമ്മുടെ രാജ്യത്ത് നല്ല നല്ല മനുഷ്യരുണ്ടില്ലേ, ഇസ്ലാം മത വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവര്. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരും നിങ്ങൾ തന്നെയാണ്. അതെനിക്ക് ബോധ്യമായ കാര്യമാണ്. ഒരുപക്ഷെ അത്രയൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുണ്ടാവില്ല. അപ്പൊ ആ ഒരു നല്ല വിശ്വാസികള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് എന്തിനാണ് ഒരു അസഹിഷ്ണുത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എല്ലാ മതവിശ്വാസികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് തുറന്നു പറയുന്നതിന് എന്താ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് പഴശ്ശി ബാലമന്ദിരത്തില് അനാഥ കുട്ടികളാണ്, അവിടെ പോയിട്ട് നമ്മളൊരു അന്നദാനം കൊടുത്തു ആ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ കൊച്ചുകൾ പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനൊന്നും ഒന്നുമല്ല, സമൂഹത്തിന്റെ ഒരു ഭാഗവാക്കല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനാഥ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഒരു പുണ്യം ഈ ലോകത്തൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ മുട്ടിൽ നമുക്കറിയാം, അനാഥശാലയിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, നിങ്ങൾ എത്രയോ ദാനം കൊടുക്കുന്നു ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്തുമാത്രം മികച്ച ഒരു സംരക്ഷണമാണ് ആ സമുദായത്തിന് നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ളത് എനിക്ക് വളരെ ബഹുമാനം തോന്നിയ ഒരു കാര്യമാണ്. അത്രയും ഇതുള്ള ഒരു രാജ്യത്തില് ഒരിക്കൽ പോലും മുസ്ലിങ്ങളെയോ
ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഒരിക്കലും അനീതിപരമായിട്ട് വധിക്കപ്പെടാനോ അവർക്കെതിരെ ഒരു വിധത്തിലുമുള്ള ഒരു ദോഷങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ദേശീയ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നു ഒരു പ്രോഗ്രാമിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു, കാരണം അദ്ദേഹത്തെ ഇപ്പം റെഡി ചെയ്ത് പിടിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് സൽമ കഴിഞ്ഞ ദിവസം സൽമ മേഡം ഇട്ട ഒരു മെസ്സേജിലാണ് ഞാനത് വായിച്ചത്. അപ്പം എനിക്ക് പറയാനുള്ളത്, രാജ്യത്ത് നടക്കുന്ന അനീതി എന്താണോ അത് തുടച്ചു നീക്കിക്കൊണ്ട് നമ്മുടെ SDPI പറയുന്ന കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് ഗവൺമെന്റിനെ അവതരിപ്പിക്കാനും അതിനെതിരെ ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കാനുമുള്ള ശേഷി പടച്ചോൻ ഈ ഒരു ചെറിയ പെരുന്നാളില് എല്ലാവർക്കും തരട്ടെ. ഭയത്തിന്റെ എല്ലാവിധ മേഖലകളിൽ നിന്നും മാറി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ടേക്ക് നീങ്ങേണ്ടതാണ്. അപ്പൊ ഇത്തരം ഒരു ചടങ്ങില് ഒരു കുറച്ച് സമയം എനിക്കിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് അവസരം തന്ന SDPIന്റെ അതേപോലെ തന്നെ നമ്മുടെ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ആൾക്കാരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. എത്രയൊക്കെ ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിങ്ങളും എൻ്റെ കൂടപ്പുറപ്പുകളാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. എല്ലാവരും എങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കാനല്ല, എന്നാലും എൻ്റെ ചങ്കിലേക്ക് കയറ്റിക്കൊണ്ട് ഈ ഒരു ചെറിയ പെരുന്നാൾ കഴിയുമ്പോഴത്തേനും ഈ വലിയ പ്രതിസന്ധിക്ക്, ഏത് നമ്മുടെ ദേശീയ പ്രസിഡന്റിനെ ജയിലിൽ അടച്ചിരിക്കുന്ന ആ ഒരു വലിയ പ്രതിസന്ധി മാറി എല്ലാ വിധത്തിലുമുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്